എല്ലാ കാര്യത്തിലും പൂർണ്ണ തൃപ്തനാണ് എന്ന മറുപടിയാണ് PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം, ഇന്നലെയും കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും കണ്ട അൻവറിനെയല്ല നമ്മൾ ഇന്ന് കണ്ടത്. കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അൻവർ തയ്യാറല്ല. ഉന്നയിച്ച ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകാൻ അൻവർ തയ്യാറല്ല. ADGPയെ മാറ്റി നിർത്തിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനോട് പ്രതികരിക്കാനും അൻവർ തയ്യാറല്ല. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു ഉറപ്പ് അൻവറിന് കിട്ടിയിട്ടുണ്ട്. ആ ഉറപ്പ് എന്താണ്? അതാണ് വരും മണിക്കൂറിൽ ചർച്ച ചെയ്യേണ്ടത്. എല്ലാം മുഖ്യമന്ത്രിക്ക് വിട്ടിരിക്കുന്നു, പാർട്ടിക്ക് വിട്ടിരിക്കുന്നു. തന്റെ ദൗത്യം ഇതുവരെ ആയിരുന്നു മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നതിലായിരുന്നു. അത് ഞാൻ ചെയ്തിരിക്കുന്നു, തെളിവുകളടക്കം കൈമാറിയിരിക്കുന്നു. ഇവിടെ എന്റെ ദൗത്യം അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോരാട്ടം അവസാനിപ്പിച്ചിരിക്കുന്നു PV അൻവർ എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. തന്റെ പിന്നിൽ ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് തന്റെ പിന്നിൽ ആരുമില്ല, ദൈവം മാത്രം എന്നുള്ള ചോദ്യം. താനും ദൈവവും കൂടി പോരാട്ടം തുടരുമെന്ന നേരത്തെ ഉള്ള പറച്ചിൽ നിന്നും PV അൻവർ പിന്നാക്കം പോയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ. എല്ലാം മുഖ്യമന്ത്രിയെയും പാർട്ടിയും ഏൽപ്പിക്കുകയാണ്. ഗുരുതരമായ ആരോപണങ്ങൾ, കൊലപാതകം, സ്വർണ്ണക്കടത്തടക്കം ഉന്നയിച്ച ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അന്വേഷണം നേരിടുന്നത് ശരിയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ, പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് PV അൻവർ എത്തുമ്പോൾ അദ്ദേഹം അനുനയത്തിലേക്ക് പിന്നാക്കം പോകുന്നു എന്നതിൻ്റെ സൂചനയാണോ? ശ്രീത് കൂടിയുണ്ട്. ശ്രീത്, കേൾക്കാമോ? PV അൻവറിൻ്റെ റിനു ശ്രീധർ കൂടിയുണ്ട്. റിനു, ഇപ്പോൾ PV അൻവർ കൂടുതൽ പ്രതികരിക്കും, കൊടുത്ത തെളിവുകൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു മാധ്യമങ്ങൾക്കും. പക്ഷേ അൻവർ പോരാട്ടം അവസാനിപ്പിക്കുന്നു എന്നതിൻ്റെ സൂചന ഇതുവരെ ഇവിടെ വരെയായിരുന്നു തൻ്റെ ദൗത്യം, ആ ദൗത്യം പൂർത്തിയാക്കി എന്നാണ് ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് റിനു മാധ്യമങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്? സ്മൃതി, കാലാൾപ്പടയായ യുദ്ധത്തിലേക്ക് പ്രവേശിച്ച PV അൻവർ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട എല്ലാ വിവരങ്ങളും, എല്ലാ രേഖകളും, തെളിവുകളും നൽകി. ഇനി ഞാൻ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ പക്കലുള്ള രേഖകളടക്കം മുഖ്യമന്ത്രിയുമായി സംവദിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറി എന്ന് വേണം കരുതാൻ. എല്ലാ അവനാഴിയിലെ എല്ലാ രേഖകളും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറി എന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും. പാർട്ടിക്കും പരാതി നൽകുമെന്നാണ്, ഈ പരാതി ഗോവിന്ദൻ മാഷിനും എഴുതി നൽകുമെന്നുള്ളതാണ് അദ്ദേഹം നൽകുന്നത്. ഒപ്പം DGPയെ മാറ്റണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, അവർ തീരുമാനിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സഖാവ് എന്ന നിലയിൽ വലിയ പ്രതീക്ഷയുണ്ട് തനിക്ക്. മുഖ്യമന്ത്രി ഈ വിഷയം ഗൗരവമായി തന്നെ എടുക്കും, ഇതിൽ ഇടപെടുമെന്നുള്ളൊരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം കൃത്യമായി എഴുതിക്കെടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എഴുതി നൽകി. മുഖ്യമന്ത്രി സശ്രദ്ധം ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടു എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. വിശദീകരണങ്ങൾ ചോദിച്ചു, ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി തെളിവുകൾ സഹിതം വിവരങ്ങൾ കൈമാറി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതി CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്കും നൽകും, അത് എഴുതി നൽകും. ഒപ്പം മുഖ്യമന്ത്രിക്ക് നൽകിയതിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഇനി നൽകാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചില്ല. ഒപ്പം ഇതോടെ എൻ്റെ ഉത്തരവാദിത്വം അവസാനിച്ച് താൻ പിന്മാറുകയാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞത് ഏറ്റവും അവസാനം താൻ സഖാവാണ്, ആ സഖാവ് എന്ന നിലയിൽ തനിക്ക് പ്രതീക്ഷയുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പിൻവാങ്ങുമ്പോൾ ലാൽ സലാം പറഞ്ഞ്, അതായത് 4-5 തവണ ലാൽ സലാം പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പാർട്ടി തന്നെ കൈവിടില്ല, പാർട്ടിക്കൊപ്പം താനുണ്ട്, തനിക്കൊപ്പം പാർട്ടിയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. യുദ്ധം അവസാനിപ്പിച്ചോ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം എല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞതൊപ്പം P ശശിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കുവാൻ തയ്യാറായില്ല. P ശശിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ നിലപാട് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ അല്പമൊന്ന് അയവ് വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും. എന്തായാലും P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമോ എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴേക്കും അതിനൊരു കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം നൽകാതെ പിന്മാറുകയാണ് ചെയ്തത്. എന്തായാലും അദ്ദേഹം പറയുന്നത് ആരെ മാറ്റി നിർത്തണമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത്. കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം പാർട്ടിക്കും സംസ്ഥാന സർക്കാരിനും തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ സംസ്കാരത്തെ
ക്ഷമിക്കണം, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള, അദ്ദേഹത്തിൻ്റെ ആവനാഴിയിലുള്ള എല്ലാ രേഖകളും മുഖ്യമന്ത്രിയെ കണ്ട് കൈമാറി എന്ന് വേണം നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ട് കൃത്യമായി തന്നെ മറുപടി നൽകി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. സ്മൃതി, ശരി, ഇതുവരെയായിരുന്നു തന്റെ ദൗത്യം. ആ ദൗത്യം താൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. 1 മണിക്കൂറോളം നീണ്ട ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തൻ്റെ പക്കലുള്ള തെളിവുകളും രേഖകളും PV അൻവർ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു. പല കാര്യങ്ങളും എഴുതി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ആ എഴുതി നൽകിയ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പാർട്ടി സെക്രട്ടറിക്ക് കൂടി കൈമാറും.